കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അഴിമതി നടത്തിയവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് BMS രംഗത്ത്. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് ഇവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ നൽകുന്ന അംശാദായം ബോർഡിലടക്കാതെ തിരിമറി നടത്തിയ ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക തൊഴിലാളി സംഘം BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ക്ഷേമനിധി ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത്. പുതിയകോട്ടയിൽ നിന്നും ആരംഭിച്ച് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് ബോർഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ BMS സംസ്ഥാന സമിതി അംഗം കൃഷ്ണൻ കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഭാരതീയ മസ്ദൂർ സംഘം ആവശ്യപ്പെടുന്ന വളരെ മുൻകാലത്ത് തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ളത് ഈ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് ഇവിടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് ഇവിടെ ജീവനക്കാരായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പല രീതിയിലുള്ള അഴിമതികളും, ഇത് ഇന്ന് തുടങ്ങിയതല്ല, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഉള്ള ഒരു സംഭവമല്ല, പല ജില്ലകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘം ശക്തമായിട്ട് ആ പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ചടങ്ങിൽ കർഷക തൊഴിലാളി സംഘം ജില്ലാ പ്രസിഡന്റ് സുനിൽ വാഴക്കോട് അധ്യക്ഷനായി. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കേളോത്ത്, ലീലാകൃഷ്ണൻ, ഹോസ്തൃക് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ, സെക്രട്ടറി അജയൻ, ട്രഷറർ കുഞ്ഞികൃഷ്ണൻ, യൂണിയൻ ഭാരവാഹികളായ നാരായണൻ വാഴക്കോട്, സുലോചന കോട്ടപ്പാറ, തങ്കച്ചൻ പാണത്തൂർ, രമിഷ, സുരേഷ് ദേളി, പുഷ്പരാജ്, വിജയകുമാരി, ശ്രീധര ചേനക്കോട്, ബാബുമോൻ ചെങ്കള, രാമചന്ദ്രൻ തട്ടുമ്മൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി സ്വാഗതവും ആനന്ദമുള്ളേരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.